Hello everyone, welcome to Entry App. അപ്പോൾ നമ്മുടെ മെയിൻസ് പൈലറ്റിന്റെ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂളിന്റെ ആ ഒരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ക്യാപ്സ്യൂളിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. SBI അതേപോലെ തന്നെ IBPS RRB ഓഫീസർ സ്കെയിൽ, IBPS RRB ഓഫീസ് അസിസ്റ്റന്റ് എന്നിങ്ങനെയുള്ള 3 എക്സാമുകളുടെ മെയിൻ എക്സാമിന് മാർച്ച് മുതലുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. സോ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് ബൈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റെയർ ഡിസീസ് ഡേ 2021 വാസ് ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേറ്റ്? അപ്പൊ ആ ഡേറ്റ് ആണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. സോ നമ്മുടെ ആൻസർ ഏതാണ്? 28 ഫെബ്രുവരി ആണ്. സോ റെയർ ഡിസീസ് ഡേ ആലോചിച്ചോളുക. റെയർ ഡിസീസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 28 ഫെബ്രുവരി. നോക്കുക, ഇറ്റ് ഈസ് ഒബ്സർവ് ടു റേസ് അവയർനെസ് ഫോർ റെയർ ഡിസീസസ്, awareness for rare diseases and improve access to treatment and medical representation of individuals with rare diseases and their ഫാമിലീസ്. അപ്പൊ ഈ ഒരു എയിം മുന്നിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഡേ ആചരിച്ചു പോകുന്നത്. അപ്പൊ ആ ഒരു ഡേ 28 ഫെബ്രുവരി ആണ്. സോ ഐ തിങ്ക് യു ഹാവ് ആൻസേർഡ്. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡി ആയിട്ടിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, റീസെന്റ് യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ attends virtual G20 finance ministers and central bank governors meeting. So finance ministers and central bank governors meeting in the virtual G20 യൂണിയൻ മിനിസ്റ്റർ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ അറ്റൻഡ് ചെയ്തു എന്നാണ് ചോദ്യം. ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രി കറന്റ്ലി ഹാവ് ദി ചെയർ ഓഫ് G20? റീസെന്റ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ചെയർ, G20യുടെ ചെയർ ആരാണെന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. സോ എല്ലാവരും ആൻസർ ചെയ്തു എന്ന് കരുതുന്നു. നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് പോകാം. ഇറ്റ്സ് ഇറ്റലി. സോ ഫൈനാൻസ് മിനിസ്റ്റർ സെൻട്രൽ ബാങ്ക് ഗവർണറിന്റെ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്ത, G20 ഹോസ്റ്റ് ചെയ്ത രാജ്യം അല്ലെങ്കിൽ ചെയർ ആയിട്ടുള്ള രാജ്യം ഇറ്റലിയാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നോക്കുക. ഇറ്റ് മസ്റ്റ് ബി നോട്ടഡ് ദാറ്റ് ദിസ് മീറ്റിംഗ് ഈസ് ഫോളോ അപ്പ് ഫോർ ദി അപ്കമിംഗ് 2021 G20 സമ്മിറ്റ്, ദ 16th മീറ്റിംഗ് ഓഫ് ഗ്രൂപ്പ് ഓഫ് 20. അതായത് 16ാമത്, അതായത് അപ്കമിങ് 16th മീറ്റിംഗ്, അതിന് ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു മീറ്റിംഗ് വന്നത്. സോ ആ അപ്കമിങ് ആയിട്ടുള്ള മീറ്റിംഗ് ഷെഡ്യൂൾ ടു ടേക്ക് പ്ലേസ് ഇൻ റോം, ഇറ്റലി. റോമിലാണ് ഈ അപ്കമിങ് ആയിട്ടുള്ള മീറ്റിംഗ്, റോമിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 30 to 31 ഒക്ടോബർ 2021, ഒക്ടോബർ 30-31 ഡേറ്റിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മീറ്റിംഗിന് മുന്നോടിയായിട്ട് ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വിർച്വൽ G20 ഫൈനാൻസ് മിനിസ്റ്റർ ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് മീറ്റിംഗ് നടക്കുന്നത്. സോ ആ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള മീറ്റിംഗ് റോമിലാണ്, ഇറ്റലിയിൽ. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ എമംഗ് ദി ഫോളോയിങ് ടുക്ക് ചാർജ് ആസ് വെസ്റ്റേൺ നേവൽ കമാൻഡ് ചീഫ്? സോ വെസ്റ്റേൺ നേവൽ കമാൻഡ് ചീഫായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ആൻസർ നൗ. സോ ആൻസർ ചെയ്തു എന്ന് കരുതുന്നു. ആൻസർ ഏതാന്ന് നോക്കാം. ആർ ഹരികുമാർ. ആർ ഹരികുമാർ ആണ് വെസ്റ്റേൺ നേവൽ കമാൻഡ് ചീഫ്. വെസ്റ്റേൺ നേവൽ കമാൻഡ് ചീഫായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആർ ഹരികുമാർ ആണ്. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോക്കാം. He took the charge from C. Ajit Kumar in a ceremony at a command post of headquarters, Western Naval Command, Mumbai. So അയാൾ ചാർജ് എടുത്തത് ആരിൽ നിന്നാണ്? സി അജിത് കുമാറിൽ നിന്നാണ്. സോ സി അജിത് കുമാറിൽ നിന്ന് ആര്? ആർ ഹരികുമാർ. സോ രണ്ടും കുമാറാണ്. സി അജിത് കുമാറിൽ നിന്ന് ആർ ഹരികുമാർ ആണ് വെസ്റ്റേൺ നേവൽ കമാൻഡ് ചീഫായിട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, സോ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, ISRO successfully launched, ISRO successfully launched the Amazonia 1 satellite along with 18 other passenger satellite. Amazonia 1 belongs to country. ഏത് കൺട്രിയാണ് Amazonia 1 ബിലോങ് ചെയ്യുന്നത്, അല്ലെ ബിലോങ് ചെയ്യപ്പെടുന്നത് ഏത് കൺട്രിയാണ് എന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ.
സോ ബ്രസീൽ ആണ് റൈറ്റ് ആൻസർ. എത്ര പേർക്ക് റൈറ്റ് ആയി എന്ന് ചെക്ക് ചെയ്യുക. സോ ഇന്ത്യസ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C-51. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C-51, PSLV C-51 എന്ന് പറയും. റോക്കറ്റ് ലോഡഡ് വിത്ത് 19 സാറ്റലൈറ്റ്സ് ഫ്രം ബ്രസീൽ, USA ആൻഡ് ഇന്ത്യ. ബ്രസീലിൽ നിന്നും USA നിന്നും ഇന്ത്യയിൽ നിന്നുള്ള 19 സാറ്റലൈറ്റോട് കൂടി ഈ PSLV C-51 ലോഡ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. ലിഫ്റ്റഡ് ഓഫ് ഫ്രം ദി റോക്കറ്റ് പോർട്ട് അറ്റ് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപണം നടന്നത്. അതായത് ISRO ആണ് സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതിൽ ആമസോണിയ 1 സാറ്റലൈറ്റ് ഏത് കൺട്രിയുടെ ആണെന്നാണ് ചോദ്യം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബ്രസീൽ. ഓക്കെ, സോ നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5th question, Prime Minister Narendra Modi will inaugurate Maritime India Summit 2021. ശ്രദ്ധിച്ചോളുക, Maritime India Summit 2021 on 2nd March through video conferencing. Which of the following is the partner country of this summit? Maritime India Summit in the partner country. ഏത് രാജ്യമാണെന്നാണ് ചോദ്യം. So you can answer now. So the right answer is Denmark. Denmark ആണ് ഈ മാരിടൈം ഇന്ത്യ സമ്മിറ്റിന്റെ പാർട്ട്ണർ കൺട്രി ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർ വൈസ് ആണ്, വിർച്വൽ പ്ലാറ്റ്ഫോം ആണെന്നും പറയുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ് നോട്ട് ഡൗൺ ഫ്രം ദിസ് ന്യൂസ്. ഓക്കെ, സോ നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. Recently, Deepak Kumar won the silver medal. ആലോചിച്ചോളുക, Deepak Kumar win the silver medal at the 72nd Stranja Memorial Tournament in Sofia, Bulgaria. So Deepak Kumar ബൾഗേറിയയിൽ പോയിട്ട് ഒരു സിൽവർ മെഡൽ മേടിച്ചു എന്നാണ് പറയുന്നത്. ദീപക് കുമാർ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്ട്? ഏത് സ്പോർട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ ആൻസർ നൗ. So the right answer is boxing. So Deepak Kumar is related to boxing. ബൾഗേറിയയിൽ പോയിട്ട് സിൽവർ മെഡൽ ആണ് നേടിയിരിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണ്? He lost the final face off in a split decision against Bulgaria's Daniel Asenov. So ബൾഗേറിയയിൽ വിൻ ചെയ്തിരിക്കുന്നത് ബൾഗേറിയൻ തന്നെയാണ്. അയാളോടുള്ള ഫൈനൽ ഫേസ് ഓഫിൽ ഈ ദീപക് കുമാറിന് ഗോൾഡ് മെഡൽ നഷ്ടമായി. സോ സിൽവർ മെഡൽ ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബൾഗേറിയ ഓർത്തിരിക്കുക, ബൾഗേറിയയിൽ സോഫിയയിൽ വെച്ചിട്ടാണ് ഈ ടൂർണമെന്റ് നടന്നത്. ടൂർണമെന്റിന്റെ പേര് സ്ട്രാഞ്ച മെമ്മോറിയൽ ടൂർണമെന്റ് എന്നാണ്. ദീപക് കുമാറാണ് അവിടെ സിൽവർ നേടിയത്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ന്യൂസിൽ നിന്ന് ഓർത്തിരുന്നുള്ളുക. സോ ലെറ്റ്സ് ഗോ ടു 7th question. In February 2021, Saras Ajivika Mela was organized in where? Where എന്നാണ് ചോദ്യം. So you can answer now. So Saras Ajivika Mela was organized in Noida. So it will continue till 14th March. More than 300 rural self-help group and craftsmen from 27 states are participating in the Mela, which is being run by the Ministry of Rural Development. അപ്പോൾ ഈ സാരാസ് ആജീവിക മേള ആരാണ് റൺ ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, RD മിനിസ്ട്രി ആണ്. സോ ഇതിനകത്തിൽ 27 സ്റ്റേറ്റിൽ നിന്നുള്ള 300-ൽ പരം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പും ക്രാഫ്റ്റ്സ്മാനും ചേർന്നാണ് ഈ ഒരു മേളയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അത് നടന്നത് നോയിഡയിൽ വെച്ചിട്ടാണെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 8th question. So Prime Minister Narendra Modi paid tributes to former Prime Minister Morarji Desai on his birth anniversary. So മുൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മൊറാർജി ദേശായിയുടെ ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി ഒരു ട്രിബ്യൂട്ട് നടത്തി. സോ മൊറാർജി ദേശായി സെർവ്ഡ് ആസ് ഡാഷ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. എത്രാമത്തെ PM ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ ആൻസർ നോ. So answer is 4th. So Morarji Desai is the 4th Prime Minister of India. 4th Prime Minister of India. Important point നോക്കുക, മൊറാർജി
Ranchhodji Desai, ഇങ്ങനെയാണ് പേര്, Ranchhodji Desai was an Indian independence activist and served between 1977 and 1979 as the fourth Prime Minister of India and led by the government formed by the Janata Party. Janata Partyയുടെ fourth Prime Minister ആണ്, അതായത് ജനതാ പാർട്ടിയിൽ നിന്നും വന്ന പ്രൈം മിനിസ്റ്റർ ആണ്. 1977-79 ഇദ്ദേഹം ഫോർത്ത് പ്രൈം മിനിസ്റ്റർ ആയിട്ട് എന്താ പറയുന്ന ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സോ Morarji Desai is the fourth PM and Narendra Modi paid tribute. That the news recently. Okay, so let's go to 9th question. Attugal Pongala Festival. Attugal Pongala Festival is associated with which state? ഏത് സ്റ്റേറ്റിലാണ് Attugal Pongala Festival കൊണ്ടാടുന്നത് എന്നാണ് ചോദ്യം. So you can answer now. And the right answer is Kerala. So Attugal Pongala Festival കേരളത്തിലുള്ള ഫെസ്റ്റിവൽ ആണ്. പറയുന്നുണ്ട് Pongala is the annual ritual of the Attugal Bhagavati temple in Trivandrum and holds the Guinness World Record as the largest gathering of women. So largest gathering, ഏറ്റവും കൂടുതൽ ലേഡീസ് അല്ലെങ്കിൽ വിമൻ ഗ്യാദർ ചെയ്യുന്ന ആ ഒരു ഇതില് ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു ഫെസ്റ്റിവൽ ആണ് ആറ്റുകാൽ പൊങ്കാല. ഇത് ആറ്റുകാൽ ഭഗവതി ടെമ്പിൾ തിരുവനന്തപുരം ആ ഒരു അമ്പലത്തിലെ ആ ഒരു ടെമ്പിളിലെ ആനുവൽ റിച്വൽ ആണ്, വർഷത്തിൽ ഒരു തവണ നടക്കുന്ന റിച്വൽ ആണ് ഈ ഒരു ആറ്റുകാൽ പൊങ്കാല ഫെസ്റ്റിവൽ. സോ അത് കേരളത്തിലാണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. സോ ലെറ്റ്സ് ഗോ ടു 10th question. Who among the following has taken over as Principal Director General? Principal Director General, Press Information Bureau. Press Information Bureau യുടെ Principal Director General ആയിട്ട് ആരാണ് ചാർജ് എടുത്തത് എന്നാണ് ചോദ്യം. You can answer now. So the right answer is Jaideep Bhatnagar. Jaideep Bhatnagar. So Mr. Bhatnagar, Jaideep Bhatnagar, is an officer of the Indian Information Service belonging to the 1986 batch. അദ്ദേഹം ഒരു ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ആയിരുന്നു 1986 ബാച്ചിലെ. അപ്പൊ അദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ആയിട്ട് ചാർജ് എടുത്തിരിക്കുന്നത്. സോ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ Jaideep Bhatnagar. Okay, so let's go to 11th question. So which of the following computer maker has developed its first ever consumer PC using plastic waste in the ocean? So ഓഷ്യനിലുള്ള കടലിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏത് കമ്പ്യൂട്ടർ മേക്കർ കമ്പനിയാണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് എവർ കൺസ്യൂമർ PC ഡെവലപ്പ് ചെയ്തത് എന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. So the right answer is HP. HP കമ്പ്യൂട്ടർ മേക്കർ കമ്പനിയാണ് ഈ ഒരു ഫസ്റ്റ് എവർ കൺസ്യൂമർ PC using plastic waste in ocean. So the company has manufactured Pavilion 13, Pavilion 14 and Pavilion 15 laptop using the ocean bound plastic. അപ്പോൾ ocean bound plastic ഉപയോഗിച്ചുണ്ടാക്കിയ മോഡൽസ് ആണ് ഇത്. Pavilion 13, 14 and 15 ഈ മൂന്ന് മോഡൽ ലാപ്ടോപ്പ് ആണ് ഈ ഓഷ്യനിലെ വേസ്റ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കൺസ്യൂമർ PC. അത് ക്രിയേറ്റ് ചെയ്തത് HP ആണ്. HP പവലിയൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. സോ HP ആണ് ആ ഒരു പവലിയൻ 13, 14, 15 ഈ ഒരു വേസ്റ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് ആൻ ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ്, റൈറ്റ്? സോ നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ വിച്ച് സ്പേസ് ഏജൻസി Roscosmos, so the space agency ആണ് Roscosmos, has successfully launched its first ever Arctic monitoring satellite that will monitor the Arctic's climate and environment. So Roscosmos എന്ന് പറയുന്ന ഏത് രാജ്യത്തെ സ്പേസ് ഏജൻസി ആണ് അവിടുത്തെ ഫസ്റ്റ് ആർട്ടിക് മോണിറ്ററിംഗ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. And the right answer is Russia. So Roscosmos എന്ന് പറയുന്ന സ്പേസ് ഏജൻസി റഷ്യൻ സ്പേസ് ഏജൻസി ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് നോക്കാം. The development of this satellite, which satellite? Arctic monitoring satellite. Okay. System in the highly elliptical orbits is required to collect the information in order to solve the operational meteorology problems as well as the hydrology problems. So ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള പോയിന്റ്. അപ്പൊ ആ ഒരു റോസ്കോമോസ് എന്ന് പറയുന്ന ഏത് സ്പേസ് ഏജൻസി ആണ് റോസ്കോമോസ് ആ ഒരു ലോഞ്ച് ചെയ്ത ആർട്ടിക് മോണിറ്ററിംഗ് സാറ്റലൈറ്റ്? അപ്പൊ ആ റോസ്കോമോസ് റിലേറ്റഡ് ടു റഷ്യ, റോസ്കോമോസ് റിലേറ്റഡ് ടു
റഷ്യ. റോസ്കോമോസ് ലോഞ്ച് ചെയ്തത് റഷ്യ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 13th question. So who among the following is the author of the book Advantage India, the story of Indian tennis? So Advantage India, ഓർത്തിരുന്നോളുക, ബുക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Advantage India, the story of Indian tennis എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ ആരാണെന്നാണ് ചോദ്യം. So you can answer now. So the right answer is Anindya Datta. Anindya Datta. So Advantage India, Anindya Datta. So രണ്ടിലും ഒരു ഇന്ത്യ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. Anindya Datta, Advantage India, the story of Indian tennis. So Advantage India is a well-researched account of the journey of Indian tennis with a special section on the doubles game and on women tennis in India. So ഇതാണ് ആ ഒരു ബുക്ക് എന്താണെന്നാണ് പറയുന്നത്. So Advantage India, the story of Indian tennis എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് അനിന്ത്യ ദത്ത ആണ്, ഓർത്തിരിക്കുക. So let's go to 14th question. So who among the following has won the gold medal? So gold medal ആണ് പറയുന്നത് in the women's 53 kg category at the outstanding Ukrainian wrestlers and coach memorial in Kyiv, Ukraine. അപ്പം യുക്രൈനിൽ പോയി ഗോൾഡ് മെഡൽ നേടിയത് ആരാണ്? ഏത്? വുമൻസ് 53 കിലോഗ്രാം കാറ്റഗറിയിൽ ആരാണ് ഗോൾഡ് മെഡൽ നേടിയത്? ഇപ്പൊ കിവ് യുക്രൈനിലാണ് ആ ഒരു മെമ്മോറിയൽ, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് യുക്രൈനിയൻ റെസ്ലേഴ്സ് ആൻഡ് കോച്ചസ് മെമ്മോറിയൽ, ഈ ഒരു കാറ്റഗറി 53 കാറ്റഗറി വിമൻസ് കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ നേടി വന്നത് ആരാണെന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. So the right answer is വിനേഷ് ഫോഗാട്ട്. വിനേഷ് ഫോഗാട്ട് ആണ് ഈ ഒരു യുക്രൈനിൽ പോയിട്ട് ഗോൾഡ് മെഡൽ നേടിയത്. സോ വിനേഷ് ഫോഗാട്ട് ഡിഫീറ്റഡ് വേൾഡ്സ് നമ്പർ 7 വനേസ കലാഡ്സിൻസ്കായ. ഇത് വായിച്ചെടുത്തോളുക, അങ്ങനെയൊന്നും അല്ല പ്രൊണൗൺസ് ചെയ്യുന്നത്. സോ ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പം ആരെയാണ് ഡിഫീറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞേക്കുന്നത്? ഓഫ് ബെലാറസ്. ബെലാറസിലുള്ള ഈ വനേസ കലാഡ്സിൻസ്കായ എന്ന് പറയുന്ന ഈ ഒരു പേഴ്സണിനെയാണ് ഈ വിനേഷ് ഫോഗാട്ട് ഡിഫീറ്റ് ചെയ്തത് in the finals to win the gold medal and make a winning return of her first competitive outing since the COVID-19 lockdown. So ലോക്ക്ഡൌണിന് ശേഷം നേടുന്ന ആ ഒരു വിക്ടറി ആണ്, അല്ലെങ്കിൽ ആ ഒരു റിട്ടേൺ ആണ് ഈ ഒരു വിനേഷ് ഫോഗട്ട് ഈ ഒരു ഗോൾഡ് മെഡലിലൂടെ നടത്തിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. So let's go to 15th question. Which of the following state will host Indian Women's League 2020-21? So Indian Women's League 2021 host ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. So the right answer is Odisha. ഒഡീഷയാണ് ഇന്ത്യൻ വുമൻസ് ലീഗ് 2021 host ചെയ്യുന്നത്. So this is the 5th edition of IWL, the top division women's league in India. ഇനി the Odisha government is a strategic partner of the All India Football Federation. All India Football Federation strategic partner ആണ് ഒഡീഷ ഗവൺമെന്റ്. നോട്ട് ചെയ്തോളുക. As it provides the necessary infrastructure to various men and women age group teams. സോ ഒഡീഷ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ് നടത്തുന്നത്. ഒരു സ്ട്രാറ്റജിക് പാർട്ണർ ആണ് ഫുട്ബോൾ ഫെഡറേഷന്റെ എന്ന് പറയുന്നുണ്ട്. അത് 5th എഡിഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഒഡീഷയിൽ വെച്ചിട്ടാണ്. ഈ വുമൻസ് ലീഗ്, ഇന്ത്യൻ വുമൻസ് ലീഗ് ഹോസ്റ്റ് ചെയ്യുന്നത് ഒഡീഷയിൽ വെച്ചിട്ടുള്ളതാണ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ്. So let's go to 16th question. Who among the following has been appointed as the new UN Goodwill Ambassador? അപ്പൊ ന്യൂ UN Goodwill Ambassador ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. So the answer is Natalia Vodianova. Natalia Vodianova ആണ് ഈ ഒരു UN Goodwill Ambassador ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. റഷ്യൻ സൂപ്പർ മോഡൽ ആൻഡ് ഫിലാന്ത്രോപ്പിസ്റ്റ്. സോ റഷ്യൻ സൂപ്പർ മോഡലും ഫിലാന്ത്രോപ്പിസ്റ്റും ആയിട്ടുള്ള നടാലിയ വോഡിയാനോവയാണ് ഹാസ് ബിക്കം ദി യുണൈറ്റഡ് നേഷൻസ് ഗുഡ്വിൽ അംബാസഡർ ടു പ്രൊമോട്ട് ദി സെക്ഷുവൽ ആൻഡ് റിപ്രൊഡക്റ്റീവ് റൈറ്റ്സ് ഓഫ് വുമൻ ആൻഡ് ഗേൾസ് ആൻഡ് ടാക്കിൾ സ്റ്റിഗ്മ സറൗണ്ടിങ് ദെയർ ബോഡീസ്. സോ വിമൻസിന്റെ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു UN ഗുഡ്വിൽ അംബാസഡർ ആയിട്ട് ആരാണ്? റഷ്യൻ സൂപ്പർ മോഡലും ഫിലാന്ത്രോപ്പിസ്റ്റും ആയിട്ടുള്ള നട്ടാലിയ വോഡിയാനോവയാണ് ഈ ഒരു ഗുഡ്വിൽ അംബാസഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. സോ ലെറ്റ്സ് ഗോ ടു 17th question. Kaniya Putri toys were recently in the news. Kaniya Putri toys were recently in the news. Toy ആണ്. So Kaniya Putri are associated with which state? ഏത് സ്റ്റേറ്റുമായിട്ടാണ് Kaniya Putri എന്ന് പറയുന്ന ഈ ഒരു ടോയ്സ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നോ.
So the right answer is Bihar. So Kanyaputri related to Bihar. Kanyaputri is an old doll making tradition. This is a doll making tradition which signifies the important and prestigious place of women in the societies of Champaran area of the state. So Bihar Champaran area society ഒരു പ്രസ്റ്റീജ് കാണിക്കുന്ന ഒരു ഓൾഡ് ഡോൾ മേക്കിംഗ് ട്രഡീഷൻ ആണ് കനിയാപുത്രി എന്ന് പറയുന്നത്. സോ ഈ കനിയാപുത്രി എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് പറയുന്നത്? ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റ്. അത് ആ ഒരു സ്റ്റേറ്റിലെ ട്രഡീഷൻ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 18th ക്വസ്റ്റ്യൻ. Under its Waste to Wealth mission, which of the following organization has recently launched the Swachhta Sarathi Fellowship? Swachhta Sarathi Fellowship launch ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. Waste to Wealth മിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്. So you can answer now. So the right answer is Office of the Principal Scientific Advisor. So Office of the Principal Scientific Advisor ആണ് ഈ Swachhta Sarathi Fellowship launch ചെയ്തത് under Waste to Wealth mission. ഇനി നോട്ട് ചെയ്യുക, it has been launched to recognize students, self-help group or sanitary workers. ആരൊക്കെയാണ്? Students, self-help group and sanitary workers who are engaged in tackling the challenge of waste management. അപ്പോൾ waste management റിലേറ്റ് ചെയ്തുള്ളതാണ് ഈ Swachhta Sarathi Fellowship. അത് വേസ്റ്റ് വെൽത്ത് മിഷൻ അണ്ടറിലാണ് അത് വരുന്നത്. അത് ലോഞ്ച് ചെയ്തത് ഓഫീസ് ഓഫ് ദി പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 19th ക്വസ്റ്റ്യൻ. Which of the following edition of the Prime Minister's interaction program Pariksha Pe Charcha will be held in March 21? Which of the following edition of the Prime Minister interactive program? Pariksha Pe Charcha എന്നുള്ള ആ ഒരു ഇന്ററാക്ഷൻ പ്രോഗ്രാമിന്റെ എത്രാമത്തെ എഡിഷൻ ആണ് 2021 മാർച്ചിൽ നടന്നത് എന്നാണ് ചോദ്യം. So you can answer now. So the right answer is 4th. So Pariksha Pe Charchയുടെ 4th edition ആണ് ഈ March 2021 നടന്നത്. So through this program, Prime Minister Narendra Modi will hold a brainstorming session with the school students, teachers and parents in the connection with the upcoming exam. അപ്പോൾ വരുന്ന എക്സാമിന് ഉള്ള ആ ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ സ്കൂൾ സ്റ്റുഡൻസും ടീച്ചേഴ്സും പാരന്റ്സും ആയിട്ട് ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ നരേന്ദ്രമോദി കണ്ടക്ട് ചെയ്തു. സോ അതാണ് പരീക്ഷ പേ ചർച്ച. സോ ഇതൊരു ഇന്ററാക്റ്റീവ് പ്രോഗ്രാം ആണ് പ്രൈം മിനിസ്റ്ററിന്റെ. അതിന്റെ 4th എഡിഷൻ ആണ് ഈ വർഷം മാർച്ച് 2021 നടന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 20th ക്വസ്റ്റ്യൻ. In March 2021, the Ministry of Sports has restored the recognition of dash. എന്തോ ഒരു ഇതിനെ റീസ്റ്റോർ ചെയ്തു. ഏത് ഒരു ഫെഡറേഷൻ അല്ലെങ്കിൽ അസോസിയേഷനെ റീസ്റ്റോർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഏത് ഫെഡറേഷനെയാണ് അല്ലെങ്കിൽ അസോസിയേഷനെയാണ് ഈ മിനിസ്ട്രി ഓഫ് സ്പോർട്സ് റീസ്റ്റോർ ചെയ്തതെന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. So the right answer is Gymnastic Federation of India. Gymnastic Federation of India ആണ് ഈ റീസ്റ്റോർ ചെയ്തത് ആരെ? മിനിസ്ട്രി ഓഫ് സ്പോർട്സ്. The Union Ministry of Youth Affairs and Sports has decided to restore recognition of the Gymnastic Federation of India as National Sports Federation. അപ്പൊ നാഷണൽ സ്പോർട്സ് ഫെഡറേഷനിൽ നിന്നും മാറ്റി നിർത്തിയ ഒരു ഫെഡറേഷൻ ആയിരുന്നു ജിംനാസ്റ്റിക് ഫെഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു റെക്കഗ്നിഷനെ റീസ്റ്റോർ ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. സോ ആ ഒരു സ്പോർട്സ് മിനിസ്ട്രി ഓഫ് സ്പോർട്സ് റീസ്റ്റോർ ചെയ്തത് ജിംനാസ്റ്റിക് ഫെഡറേഷനാണ് എന്തായിട്ട്? നാഷണൽ സ്പോർട്സ് ഫെഡറേഷൻ ആയിട്ട് അംഗീകരിക്കപ്പെട്ടത്. Okay, so let's go to 21st question. So recently, Nicolas Sarkozy has been convicted of corruption. He served as the president of which country? ഏത് കൺട്രിയുടെ പ്രസിഡന്റ് ആയിരുന്നു നിക്കോളാസ് സർക്കോസി റീസെന്റ് ആയിട്ട് കറപ്ഷനിൽ കൺവിക്റ്റഡ് ആയത്? So you can answer now. So the right answer is ഫ്രാൻസ്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് സർക്കോസി ആണ് ഈ കറപ്ഷന്റെ പേരിൽ റീസെന്റ് ആയിട്ട് കൺവിക്ട് ചെയ്തത്. സോ ജഡ്ജസ് ഫൗണ്ട് സർക്കോസി ഗിൽറ്റി ഓഫ് ട്രൈയിങ് ടു ബ്രൈബ് എ ജഡ്ജ് and of influence peddling and sentenced him for 3 years in jail with 2 years suspended. 2 വർഷം സസ്പെൻഡഡ്, അതേപോലെ തന്നെ 3 വർഷം ജയിലിലുമാക്കപ്പെട്ടു. ആര്? നിക്കോളാസ് സർക്കോസി. അത് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു? ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് സർക്കോസി ആണ് കറപ്ഷന്റെ പേരിൽ കൺവിക്റ്റഡ് ആയത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 22nd ക്വസ്റ്റ്യൻ.
Recently, Nand Kumar Singh Chauhan passed away. So obituary news ആണ്. He was a or an dash. Singer ആണോ, ഫിലിം മേക്കർ ആണോ, ആക്ടർ ആണോ, പൊളിറ്റീഷ്യൻ ആണോ, ഇതൊന്നും ഇല്ലയോ എന്നാണ് ചോദ്യം. So you can answer no. So the right answer is politician. So Chauhan represented the Khandwa seat in the Lok Sabha since 1996, barring a 5-year period of 2009 to 14. സോ എന്താണ് 5 വർഷം ബാർ ചെയ്യപ്പെട്ട ലോക്സഭയിലെ ഖാൻഡ്വ സീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളായിരുന്നു നന്ദകുമാർ സിംഗ് ചൗഹാൻ. അദ്ദേഹത്തിന്റെ ഒബിച്വറിയെ പറ്റിയിട്ടുള്ള ന്യൂസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. സോ ലെറ്റ്സ് ഗോ ടു 23rd ക്വസ്റ്റ്യൻ. Who among the following has recently launched Sugamya Bharat app? Sugamya Bharat app and handbook entitled Access the Photo Digest. അപ്പോൾ സുഗമ്യ ഭാരത് ആപ്പ് എന്ന് പറയുന്ന ലോഞ്ച് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. അത് അതിന്റെ കൂടെ ഒരു ഹാൻഡ് ബുക്കും ഉണ്ടായിരുന്നു, ആക്സസ് ദി ഫോട്ടോ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞ്. സോ ആരാണ് ആ ഒരു ബുക്ക് ആപ്പ് സുഗമ്യ ഭാരത് ആപ്പ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. സോ തവർചന്ദ് ഗെഹ്ലോട്ട് ആണ് ഈ ഒരു സുഗമ്യ ഭാരത് ആപ്പ് ലോഞ്ച് ചെയ്തത്. സോ സുഗമ്യ ഭാരത് ആപ്പ് ഈസ് എ മീൻസ് ഫോർ സെൻസിറ്റൈസിങ് ആൻഡ് എൻഹാൻസിങ് ആക്സസിബിലിറ്റി. സോ ആക്സസിബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതും സെൻസിറ്റൈസ് ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു ആപ്പാണ് ഈ സുഗമ്യ ഭാരത് ആപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആപ്പ് അതോടൊപ്പം ഒരു ഹാൻഡ് ബുക്കും റിലീസ് ചെയ്തത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത് തവർചന്ദ് ഗെഹ്ലോട്ട് ആണ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ലെറ്റ്സ് ഗോ ടു 24th ക്വസ്റ്റ്യൻ. Recently, the National Highway Authority of India, NHAI, has created a world record by constructing 25.54 kilometer road in 18 hours. So 25.54 kilometer road 18 hours construct ചെയ്തൊരു വേൾഡ് റെക്കോർഡ് നേടി ആര്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സോ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്യപ്പെട്ടത് ഏത് ഇയറിലാണ് എന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നോ. സോ NHAI ഫൗണ്ട് ചെയ്തത് 1988 ആർത്തിരിക്കുക. NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 1988 ഫൗണ്ട് ചെയ്തത്. സോ NHAI completed a single lane of 4-lane stretch of 25.54 kilometer being developed between Solapur and Vijapur in 18 hours. So NH52 Solapur Vijapur road 4-lane stretch 25.54 kilometer road 18 മണിക്കൂർ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് വേൾഡ് റെക്കോർഡ് നേടിയാറ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു 25th ക്വസ്റ്റ്യൻ. According to a recent announcement by the Rail Minister of India, the entire rail network in the country will be fully electrified by which year? ഏത് വർഷം ആവുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ റെയിൽ നെറ്റ്വർക്ക് മുഴുവൻ ഇലക്ട്രിഫൈഡ് ആകുമെന്ന് റെയിൽ മിനിസ്റ്റർ പറഞ്ഞു എന്നാണ് നമ്മുടെ ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. സോ ദി റൈറ്റ് ആൻസർ ഈസ് 2023. 2023 കൂടി ഇന്ത്യയിലെ കംപ്ലീറ്റ് റെയിൽ നെറ്റ്വർക്കും ഇലക്ട്രിഫൈഡ് ആകുമെന്നാണ് റെയിൽ മിനിസ്റ്റർ ആയിട്ടുള്ള പീയൂഷ് ഗോയൽ അനൗൺസ് ചെയ്തത്. സോ ദിസ് വാസ് സ്റ്റേറ്റഡ് ബൈ ദ റെയിൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ while addressing the Maritime India Summit. നമ്മൾ നേരത്തെ പറഞ്ഞ മാരിടൈം ഇന്ത്യ സമ്മിറ്റിന്റെ ആ സമ്മിറ്റിലാണ് ഈ ഒരു അനൗൺസ്മെന്റ് നമ്മുടെ പീയൂഷ് ഗോയൽ റെയിൽവേ മിനിസ്റ്റർ അനൗൺസ് ചെയ്തത് എന്നാണ് ചോദ്യം. So let's go to 26th question. Recently, Indian scientists have designed and developed a low-cost optical spectrograph. Spectrograph is used to measure dash. അപ്പൊ ഇന്ത്യൻ സയന്റിസ്റ്റ് എന്ത് ഡെവലപ്പ് ചെയ്തു അല്ലെ ഡിസൈൻ ചെയ്തു? ഒരു ചീപ്പ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രോഗ്രാഫ് ഡിസൈൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഈ സ്പെക്ട്രോഗ്രാഫ് എന്തിനുള്ളതാണെന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. സോ എന്ത് മെഷർ ചെയ്യാനാണ്? അസ്ട്രോണമിക്കൽ സ്പെക്ട്രം മെഷർ ചെയ്യാനുള്ള സാധനമാണ് ഈ സ്പെക്ട്രോഗ്രാഫ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സ്പെക്ട്രോഗ്രാഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ആസ്ട്രോണമിക്കൽ സ്പെക്ട്രോഗ്രാഫ് ഇൻ ദ കൺട്രി. രാജ്യത്തെ ഒരു വൺ ഓഫ് ദി ലാർജസ്റ്റ് ആസ്ട്രോണമിക്കൽ സ്പെക്ട്രോഗ്രാഫ് ആണിത്. ആൻഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി കമ്മീഷൻഡ് ഓൺ 3.6 meter Devasal optical telescope near Nainshell, ഉത്തരാഖണ്ഡ്. സോ ഉത്തരാഖണ്ഡിലെ നൈൻഷെല്ലിന് അടുത്തുള്ള
ഈ പറയുന്ന 3.6 മീറ്റർ ദേവാഷ് ഒപ്റ്റിക്കൽ ടെലസ്കോപ്പ് അത് കമ്മീഷൻ ചെയ്തതിനെ പറ്റിയിട്ടാണ്. ഏത് കമ്മീഷൻ ചെയ്തു? ഈ ഒരു സ്പെക്ട്രോഗ്രാഫ് കമ്മീഷൻ ചെയ്തത് ഈ 3.6 മീറ്റർ ദേവാസ്തൽ ഒപ്റ്റിക്കൽ ടെലസ്കോപ്പ് നൈനിറ്റൽ ഉത്തരാഖണ്ഡിനടുത്തുള്ള ആ ഒരു ഇടത്ത് വെച്ചിട്ടാണ്. സോ ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള പോയിന്റ് ആണ്. ഇതൊരു ലോ കോസ്റ്റ് ഒപ്റ്റിക്കൽ സ്പെക്ട്രോഗ്രാഫ് ആണ്. ഇത് അസ്ട്രോണമിക്കൽ സ്പെക്ട്രം മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്പെക്ട്രോഗ്രാഫ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 27th question. Which of the following country has imposed fresh sanctions against Russia over Navalny issue? Navalny issue ആയിട്ട് ബന്ധപ്പെട്ട് റഷ്യക്കെതിരായിട്ട് സാങ്ഷൻ കൊണ്ടുവന്ന സാങ്ഷൻ ഇമ്പോസ് ചെയ്ത രാജ്യം ഏതാണെന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. സോ ഏത് രാജ്യമാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. സോ അലക്സി അനാറ്റോലെവിച്ച് Navalny is a Russian opposition leader, lawyer and anti-corruption activist. അപ്പോൾ ഈ നവാൽനി എന്ന് പറയുന്ന ആളുടെ ഫുൾ പേരാണ് അലക്സി അനാറ്റോലിവിച്ച് നവാൽനി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു റഷ്യൻ ഓപ്പോസിഷൻ ലീഡറും ലോയറും ആന്റി കറപ്ഷൻ ആക്ടിവിസ്റ്റുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ബേസ് ചെയ്തുള്ള ആ ഒരു ഇഷ്യൂവിന് റഷ്യക്കെതിരായിട്ട് സാങ്ഷൻ ഇമ്പോസ് ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, so let's go to 28th question. In March 2020, which of the following place hosted the 3-day combined commanders conference 1? Conference I എന്താണ് വായിക്കുന്നത്? Conference I അല്ല Conference 1. അപ്പോൾ ഇതെന്താണ്? ഒരു 3-day combined commanders conference ആണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ഹോസ്റ്റഡ്, എവിടെയാണ് ഇത് ഹോസ്റ്റ് ചെയ്യപ്പെട്ടത് മാർച്ചിൽ എന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നോ. സോ എവിടെയാണ്? കെവാഡിയയിലാണ് ഈ ഒരു 3-day കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. സോ ഇത് നോക്കാം. തിയേറ്ററൈസേഷൻ ഓഫ് ആംഡ് ഫോഴ്സസ്, സെൽഫ് റിലയൻസ് ആൻഡ് ഡിഫൻസ് സെക്ടർ and evolving threats in the region will be the focus areas during the 3-day annual event. അപ്പോൾ 3-day annual event ഫോക്കസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ കെവാഡിയ എന്ന് പറയുന്ന പ്ലേസ് ഓർത്തിരുന്നോളുക. അവിടെയാണ് 3-day കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യപ്പെട്ടത്. മാർച്ചിലായിരുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 29th question. Who among the following team has won 2020-21 ISL League Winners Shield? സോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ലീഗിൽ വിന്നർ ആയിട്ടുള്ളത് ആരാണ് ജയിച്ചത് എന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നോ. And the right answer is Mumbai City. The finals of the ISL was held at GMC Stadium, Goa. ഗോവയിലെ GMC സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2020-21 എഡിഷനിൽ ജയിച്ച ടീം ക്ലബ് ഏതാണെന്നാണ് ചോദ്യം. മുംബൈ സിറ്റി ആണ്. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. സോ ലെറ്റ്സ് ഗോ ടു 30th question. So 30, which of the following is the first railway station in Maharashtra to be awarded with the gold certificate as per CII's Indian Green Building Council ratings? So CIIയുടെ Indian Green Building Council ratingil ഗോൾഡ് സർട്ടിഫിക്കേഷൻ നേടിയ മഹാരാഷ്ട്രയിലെ ഏത് റെയിൽവേ സ്റ്റേഷൻ ആണ് എന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. So the right answer is Chhatrapati Shivaji Maharaja's terminus. So rating system gives impetus to the national priorities like energy efficiency, water conservation, handling of waste measures, and motivates the adoption of green standards for buildings and its environment. So ഈ റേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിംഗ് സിസ്റ്റം ഒക്കെ വെച്ച് നോക്കുമ്പോൾ മഹാരാഷ്ട്രയിലുള്ള ഈ ഛത്രപതി ശിവജി മഹാരാജാസ് ടെർമിനലിനാണ് ഈ ഗോൾഡ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. അപ്പം എവിടെയാണെന്ന് ചോദ്യം വരാം. ഇറ്റ്സ് ഇൻ മഹാരാഷ്ട്ര എന്നുള്ളത് ഓൾറെഡി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, ശ്രദ്ധിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 31st question. Recently, Gharo Ki Pehchan Chelik Naam scheme has been launched by which state government? ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഈ ഒരു Gharo Ki Pehchan Chelik Naam എന്ന് പറയുന്ന സ്കീം ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. സോ ഏത് സ്റ്റേറ്റ് ആണ്? ഉത്തരാഖണ്ഡ് ആണ്.
So the government has allocated rupees 42 crore for this scheme. 42 കോടിയാണ് ഗവൺമെന്റ് ഈ ഒരു ഇതിലേക്ക് അലോട്ട് ചെയ്തത്. The scheme is in line with the effort of the state government towards promoting women empowerment. Women empowerment പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. ഏത് സ്കീമാ? ഗരോ കി പെഹചാൻ ചേലിക് നാം. ഗരോ കി പെഹചാൻ ചേലിക് നാം ഓർത്തിരുന്നോളുക. ഇത് ലോഞ്ച് ചെയ്തത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സോ ഗരോ കി പെഹചാൻ ഉത്തരാഖണ്ഡ്, രണ്ടൊരു ഒരു ഘായുണ്ട്, ഗരോ കി ഖണ്ഡ്, ആ ഒരു രീതിയിൽ അത് ഓർത്തിരിക്കാം. So Garo ki Pehchan Chelik Naam was launched by Uttarakhand. Okay, so let's go to 32nd question. Recently, Union Cabinet apprised of the signing of MOU between India and which country in the field of renewable energy cooperation? Renewable energy cooperation അതിനെ ബേസ് ചെയ്ത ഒരു MOU ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് സൈൻ ചെയ്തത് എന്നാണ് ചോദ്യം. You can answer now. സോ ഏത് രാജ്യവുമായിട്ടാണ്? ഫ്രാൻസുമായിട്ടാണ് ആ ഒരു MOU സൈൻ ചെയ്തത്. റിന്യൂവബിൾ എനർജി കോർപ്പറേഷന് വേണ്ടിയിട്ട് ഫ്രാൻസുമായിട്ട്. The objective of this MOU is to establish the basis of promotion of bilateral cooperation in the field of new and renewable energy on the basis of mutual benefit, equality and reciprocity. So MOUന്റെ ഒബ്ജക്റ്റീവിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ റിന്യൂവബിൾ എനർജി കോർപ്പറേഷൻ, ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി കോർപ്പറേഷൻ എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. അത് ഫ്രാൻസുമായിട്ടാണ് ഇന്ത്യ MOU സൈൻ ചെയ്തത് എന്നുള്ളത് ഓർത്തു വെക്കുക, റിന്യൂവബിൾ എനർജിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 33rd question. Which of the following country has started building the world's first platypus sanctuary? ആദ്യത്തെ പ്ലാറ്റിപ്പസ് സാങ്ച്വറി ഏത് കൺട്രിയാണ് ബിൽഡ് ചെയ്തത്? ആദ്യത്തെ പ്ലാറ്റിപ്പസ് സാങ്ച്വറി ബിൽഡ് ചെയ്ത ഏത് കൺട്രി ആണെന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. സോ ഏത് കൺട്രിയാണ്? ഓസ്ട്രേലിയ ആണ്. This is being built to promote breeding and rehabilitation as the duck-billed mammal faces extinction due to the climate change. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഭാഗമായിട്ട് ഈ ഒരു പ്ലാറ്റിപ്പസ് എന്ന് പറയുന്ന ആ ഒരു മാമൽ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് അതിന് വേണ്ടിയിട്ടൊരു പ്ലാറ്റിപ്പസ് സാങ്ച്വറി, ആ രാജ്യത്തെ ആദ്യത്തെ പ്ലാറ്റിപ്പസ് സാങ്ച്വറി ആണ്, അത് ബിൽഡ് ചെയ്തത് ഓസ്ട്രേലിയ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 34th question. The United Nations has unanimously declared Dash as the International Year of Millets. മില്ലറ്റ്സിന്റെ ഇന്റർനാഷണൽ ഇയർ ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടത് ഏത് വർഷമാണെന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. And the answer is 2023. So the 193-member UN General Assembly adopted a resolution sponsored by India and supported by over 70 nations declaring 2023 as the International Year of Millets. അപ്പോൾ International Year of Millets ഏതാണ്? 2023 ആണ്. 2023 തന്നെയാണ് നമ്മുടെ റെയിൽ നെറ്റ്വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ഇലക്ട്രിഫൈഡ് ആകുമെന്ന് നമ്മുടെ മാരിടൈം ഇന്ത്യ സമ്മിറ്റിൽ വെച്ചിട്ട് നമ്മുടെ പീയൂഷ് ഗോയൽ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും കണക്ട് ചെയ്ത് തന്നെ ഓർത്തിരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 35th question. Which of the following company has successfully tested Starship SN10? So Starship SN10 prototype rocket. അപ്പോൾ ആരാണ് ഇത് സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തതെന്നാണ് ചോദ്യം. ഏത് കമ്പനിയാണ്? സോ യു കൻ ആൻസർ നൗ. സോ സ്പേസ് എക്സ് ആണ് ഈ ഒരു സ്റ്റാർഷിപ്പ് SN10 പ്രോട്ടോടൈപ്പ് റോക്കറ്റ് സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്തത്. സോ SN10 is an early prototype of the Starship mass rocket of SpaceX, which aims to get people and payloads to the moon, Mars and other distant destinations. സോ അത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് SN10നെ പറ്റിയിട്ടും അതേപോലെ തന്നെ സ്റ്റാർഷിപ്പ് മാസ് റോക്കറ്റിനെ പറ്റിയിട്ടും SpaceXന്റെ. അപ്പം ഈ ഒരു സ്റ്റാർഷിപ്പ് SN10 SpaceX ആണ്. അപ്പൊ രണ്ടും എസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സ്റ്റാർഷിപ്പ് SpaceX എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 36th question. India has recently exported the first consignment of red rice. So red rice ഓർത്തിരിക്കുക. India has recently exported the first consignment of red rice to which country? You can answer now. സോ US ലേക്കാണ് ഈ റെഡ് റൈസ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ആര്? ഇന്ത്യ.
ഇന്ത്യ US-ലേക്ക് റെഡ് റൈസ് എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് കൺസൈൻമെന്റ് നടന്നു എന്നാണ് പറഞ്ഞത്. സോ അയൺ റിച്ച് ആയിട്ടുള്ള സാധനമാണ് ഈ റെഡ് റൈസ് എന്ന് പറയുന്നത്. ഈസ് ഗ്രോൺ ഇൻ ബ്രഹ്മപുത്ര വാലി ഓഫ് ആസാം. ആസാമിലെ ബ്രഹ്മപുത്ര വാലിയിലാണ് ഇത് ഗ്രോ ചെയ്തത്. വിത്തൗട്ട് ദ യൂസ് ഓഫ് എനി കെമിക്കൽ ഫെർട്ടിലൈസർ. ഒരു കെമിക്കൽ ഫെർട്ടിലൈസറും അടങ്ങിയിട്ടില്ലാത്ത ആസാമിലെ ബ്രഹ്മപുത്ര വാലിയിൽ വളർന്ന അയൺ റിച്ച് ആയിട്ടുള്ള റെഡ് റൈസിന്റെ എക്സ്പോർട്ടിന്റെ ഫസ്റ്റ് കൺസൈൻമെന്റ് ആണ് നടന്നത്. അത് US-ലേക്കുള്ള എക്സ്പോർട്ട് ആണ് ഇപ്പോൾ നടന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 37th question. India has recently extended a grant of NR 44.17 million to build a new school building in Rupandehi district of which country? ഏത് രാജ്യത്തെ റുപാൻഡേഹി ഡിസ്ട്രിക്റ്റിലേക്കാണ് 44.17 മില്യൺ കൊടുത്ത് ആ ഒരു ഗ്രാൻഡ് ഇന്ത്യ കൊടുത്തത്? എന്തിനാ? അവിടെ ഒരു പുതിയ സ്കൂൾ ബിൽഡിംഗ് കൊണ്ടുവരാനായിട്ട്. അപ്പൊ അത് റുപാൻഡേഹി ഡിസ്ട്രിക്റ്റ് ആണ്. റുപാൻഡേഹി ഡിസ്ട്രിക്ട് അത് ഏത് രാജ്യത്താണ് എന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നോ. So Rupandehi district in Nepal. And memorandum of understanding was signed between the two countries for the construction project. ഈ സ്കൂൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് MOU ആണ് സൈൻ ചെയ്തിരുന്നത്. 44.17 മില്യൺ ആണ് ഈ ഒരു ഗ്രാന്റ് ആയിട്ട് ഇന്ത്യ അവിടെ ആ സ്കൂൾ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തത്. അത് റുപാൻഡേഹി ഡിസ്ട്രിക്റ്റിലുള്ള സ്കൂൾ ബിൽഡിങ്ങിനാണ്. അത് നേപ്പാളിലാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 38th question. Defense Research and Development Organization DRDO has successfully carried out a flight demonstration based on solid fuel ducted ramjet technology from where? അപ്പൊ എന്താണ്? DRDOയുടെ ഒരു ഫ്ലൈറ്റ് ഡെമോൺസ്ട്രേഷൻ ആണ്. എന്തിനെ? ഒരു റാംജെറ്റ് ടെക്നോളജി, സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് ടെക്നോളജി ബേസ് ചെയ്തുള്ള ഒരു ഫ്ലൈറ്റ് ഡെമോൺസ്ട്രേഷൻ അത് DRDO നടത്തി എന്നാണ് പറയുന്നത്. എവിടെ നിന്ന്? അതാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നോ. സോ എവിടെ നിന്നാണ് നടത്തിയത്? ചണ്ഡീപൂരിൽ നിന്നാണ്. Successful demonstration of solid fuel based ducted ramjet technology has provided DRDO with a technological advantage which will enable it to develop long range air to air missile. So long range air to air missile ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് നടന്നത്. ഫ്ലൈറ്റ് ഡെമോൺസ്ട്രേഷൻ ആണ് നടന്നത്. DRDO ആണ് നടത്തിയത്. അത് എന്തിനെ ബേസ് ചെയ്തായിരുന്നു? സോളിഡ് ഫ്യൂൽ ഡക്റ്റഡ് റാംജെറ്റ് ടെക്നോളജിയെ ബേസ് ചെയ്തായിരുന്നു. അത് ചണ്ഡീപൂരിൽ നിന്നാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 39th question. Recently, Indian Army inaugurated the community radio station Radio Chinar 90.4. Radio Chinar 90.4. ഇത് ഇന്ത്യൻ ആർമി ഇനാഗുറേറ്റ് ചെയ്ത ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ആണ്. അതായത് ഹർ ദിൽ കി ധഡ്കാൻ എന്നാണ് അതിന്റെ ആ ഒരു ടാഗ് വന്നിരിക്കുന്നത്. റേഡിയോ ചിനാർ 90.4 ഹർ ദിൽ കി ധഡ്കാൻ. അത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. സോ വി ക്യാൻ ആൻസർ നൗ. സോ ഇന്ത്യൻ ആർമി ഇനാഗുറേറ്റ് ചെയ്ത ഈ ഒരു റേഡിയോ ചിനാർ 90.4 കമ്മ്യൂണിറ്റി സ്റ്റേഷൻ ജമ്മു ആൻഡ് കാശ്മീരിലാണ്. The community radio station has been started with an aim to revitalize the connection within different segments of the community. So എന്തിനാണ് അത് ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് റേഡിയോ ചിനാർ 90.4 ഓർത്തിരിക്കുക. ഇന്ത്യൻ ആർമിയാണ് ഇനാഗുറേറ്റ് ചെയ്തതെന്ന് ഓർത്തിരിക്കുക. അതൊരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അത് ജമ്മു ആൻഡ് കാശ്മീരിലാണെന്നുള്ളതും ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 40th question. Who among the following has decided to launch $100 million guarantee scheme for solar rooftop project? Solar rooftop projectന് വേണ്ടിയിട്ട് $100 million guarantee scheme അത് ലോഞ്ച് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ഏത് ഓർഗനൈസേഷൻ ആണെന്നുള്ളതാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. സോ വേൾഡ് ബാങ്ക് ആണ് ഈ ഒരു $100 million guarantee scheme rooftop projectന് വേണ്ടി കൊണ്ടുവന്നത്. So this scheme will enable micro, small and medium enterprises MSME to avail concessional debt financing for setting up rooftop solar project. അപ്പൊ ആ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സെന്റൻസ് കൊടുത്തു എന്നേ ഉള്ളൂ. സോ ആ ഒരു $100 million ഗ്യാരണ്ടി സ്കീം കൊണ്ടുവന്നത് വേൾഡ് ബാങ്ക് ആണ്. അത്രയും കൊടുക്കാനായിട്ട് ആ ഒരു സോളാർ റൂഫ് ടോപ്പ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് ഡിസൈഡ് ചെയ്തത് എന്നാണ് നമ്മുടെ ചോദ്യം. അത് MSMEക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു 41st question.
In the recent edition of Ease of Living Index, or Ease of Living Index, which of the district has emerged as the top performer in the million plus category? ഏത് ഡിസ്ട്രിക്റ്റ് ആണ് മില്യൺ പ്ലസ് കാറ്റഗറിയിലെ ടോപ്പ് പെർഫോമർ ആയിട്ട് വന്നത്? ഏതില്? ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് 2020. സോ യു ക്യാൻ ആൻസർ നൗ. സോ ആരാണ്? ബംഗളൂരാണ്. ബംഗളൂരു ഡിസ്ട്രിക്റ്റ് ആണ് എന്ത് ഈ ഒരു ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സിൽ ടോപ്പ് പെർഫോമർ ആയിട്ട് വന്നത് മില്യൺ പ്ലസ് കാറ്റഗറി. സോ ബംഗളൂരു എമർജ്ഡ് ആസ് ദി ടോപ്പ് പെർഫോമർ ഇൻ ദ മില്യൺ പ്ലസ് കാറ്റഗറി, ഫോളോഡ് ബൈ പൂനെ, അഹമ്മദാബാദ്, ചെന്നൈ, സൂററ്റ്, നവി മുംബൈ, കോയമ്പത്തൂർ, വഡോദര, ഇൻഡോർ ആൻഡ് ഗ്രേറ്റർ മുംബൈ. അപ്പൊ ഇത് ആ ഒരു സെക്കൻഡ് തേർഡ് ഓർഡർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മില്യൺ പ്ലസ് കാറ്റഗറിയിലെ ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സിൽ ടോപ്പിൽ വന്നിരിക്കുന്ന ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ബംഗളൂരു ആണ് എന്ന് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 42nd question. In March 2021, India has signed a pact with Dash for the sale of defense equipment including BrahMos. അപ്പോൾ ബ്രഹ്മോസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിഫൻസ് എക്യുപ്മെന്റ് സെയിലിന് വേണ്ടിയിട്ട് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ഒരു പാക്ട് സൈൻ ചെയ്തത് എന്നാണ് ചോദ്യം. മാർച്ചിലാണ് നടന്നതെന്ന് പറയുന്നുണ്ട്. സോ യു ക്യാൻ ആൻസർ നോ. സോ ആരുമായിട്ടാണ്? ഫിലിപ്പീൻസുമായിട്ടാണ് ഈ ഒരു പാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. So India has signed a key pact with the Philippines called Implementing Arrangement for Procurement of Defense Material and Equipment. അപ്പോൾ അവർക്ക് ഡിഫൻസ് ഇക്വിപ്മെന്റും അതേപോലെ തന്നെ ബ്രഹ്മോസ് പോലുള്ള കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് ഫിലിപ്പീൻസുമായിട്ടാണ് ഇന്ത്യ ആ ഒരു കീ പാക്ട് സൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാർച്ചിലാണ് ഈ ഒരു സൈഡിങ് നടന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. സോ അത് നോട്ട് ചെയ്ത് വെച്ചോളുക. സോ ലെറ്റ്സ് ഗോ ടു 43rd question. Dash is the largest mobile application platform in Bangladesh. ബംഗ്ലാദേശിലെ ഒരു ലാർജസ്റ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് ഏതാണ് എന്നാണ് ചോദ്യം. സോ യു കൻ ആൻസർ നൗ. BD apps ആണ് ഈ ഒരു ലാർജസ്റ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം. ഗവൺമെന്റ് ഓഫ് ബംഗ്ലാദേശ് വിത്ത് ICT ഡിവിഷൻ ആൻഡ് ടെലികോം കമ്പനി റോബി ഹാസ് ലോഞ്ച് ഇറ്റ് നാഷണൽ ആപ്പ് പോർട്ടൽ bedapps.com. BDapps.com അതെങ്ങനെ വേണേലും വായിക്കാം, പഠിച്ചിരുന്നാൽ മതി. അപ്പൊ ഇതാണ് ലാർജസ്റ്റ് നാഷണൽ ആപ്പ് പോർട്ടൽ. അപ്പൊ അത് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ലാർജസ്റ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു BD ആപ്സ് എന്ന് പറയുന്നത്. സോ നോട്ട് ചെയ്തിരുന്നോളുക. സോ ലെറ്റ്സ് ഗോ ടു 44th question. A private news channel has appointed Bangladesh first transgender news presenter Tashnua Anand Shishir. So Tashnua is a dash. എന്താണ് എന്നാണ് ചോദ്യം. So you can answer now. അപ്പൊ താഷ്നുവ അനന്ത് ശിശിർ എന്ന് പറയുന്ന ഒരു ആക്ടർ ആൻഡ് മോഡൽ ആണ് എന്നാണ് പറയുന്നത്. So Tashnua Anand Shishir will start presenting news for Boishakhi TV. ഇതാണ് പ്രൈവറ്റ് ചാനൽ എന്ന് പറയുന്നത്. അപ്പൊ Boishakhi TV ഫ്രം ഇന്റർനാഷണൽ വുമൻസ് ഡേ 8 മാർച്ച് മുതൽ ന്യൂസ് പ്രസന്റ് ചെയ്ത് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേര് ഓർത്തിരിക്കുക, താഷ്നുവ ആനന്ദ് ശിശിർ. അതൊരു മോഡൽ ആൻഡ് ആക്ടർ ആണ്. ബംഗ്ലാദേശിൽ, അതായത് പ്രൈവറ്റ് ന്യൂസ് ചാനൽ ഹാസ് അപ്പോയിന്റഡ് ബംഗ്ലാദേശ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ആസ് ദി ന്യൂസ് പ്രസന്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So let's go to 45th question. Recently, Jaishankar inaugurated the new cultural center of HC of India in where? Which place എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Recently, Jaishankar inaugurated new cultural center of HC of India. HC of India എന്ന് പറഞ്ഞാൽ എന്തായാലും ഹൈക്കോർട്ടാണ്. സോ അതിന്റെ എന്താ പറയുന്നത് ഒരു കൾച്ചറൽ സെന്റർ എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. So Dhakaയിലാണ്. Okay. The new cultural center has facilities for conducting short-term courses on Indian art forms and holding cultural programs and arts exhibition. അപ്പോൾ ഈ കൾച്ചറൽ സെന്റർ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിലുള്ള ഫെസിലിറ്റീസിനെ പറ്റിയിട്ട്. അപ്പം റീസെന്റ് ജയശങ്കർ ഇനാഗുറേറ്റഡ് ന്യൂ കൾച്ചറൽ സെന്റർ ഓഫ് HC ഓഫ് ഇന്ത്യ ഇൻ ധാക്ക. ധാക്കയിലാണ് ആ ഒരു കൾച്ചറൽ സെന്റർ കൊണ്ടുവന്നിരിക്കുന്നത്. So let's go to 46th question. QS World University Ranking. So University Ranking ആണ് has been released recently. 3 IITs have entered the top 100 emerging institute with IIT Bombay followed by IIT Delhi and IIT Madras. Rank of IIT Bombay ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് top 100 engineering institutes
അതിൽ 3 IITs have entered the top 100 engineering institute എന്നാണ്. 3 IIT. അതിലൊന്നാണ് IIT ബോംബെ. അതിൽ ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും ടോപ്പാണ് IIT ബോംബെ, പിന്നെ IIT ഡൽഹി, IIT മദ്രാസ്. ഇതിൽ IIT ബോംബെയുടെ ആ ടോപ്പ് 100ലെ റാങ്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യു ക്യാൻ ആൻസർ നൗ. സോ 49th റാങ്ക് ആണ്. 50ൽ നിന്ന് ഒന്ന് കുറച്ചു എന്ന് ആലോചിച്ചാൽ മതി. സോ 49th റാങ്ക് ആണ് IIT ബോംബെക്ക് ഉള്ളത്. So 3 Indian Institute of Technology have entered the top 100 engineering institute with IIT Bombay 49, followed by IIT Delhi 54 and IIT Madras 94. MIT USA has retained the top position. USA-യിലുള്ള MIT ആണ് ഈ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പിൽ ഫസ്റ്റ് റാങ്കിൽ വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഇന്ത്യയുടെ IIT ബോംബെ ആണ് ടോപ്പിൽ വന്നിരിക്കുന്നത്. അത് ഓവറോൾ റാങ്കിങ്ങിൽ 49th ആണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓർത്തിരുന്നോളുക. So let's go to 47th question. So who has been given additional charge as Director General of CRPF? CRPF ന്റെ additional charge in the Director General ആയിട്ടുള്ള additional charge നൽകിയത് ആർക്കാണ് എന്നാണ് ചോദ്യം. You can answer now. So Kuldeep Singhiനാണ് ഈ ഒരു അഡീഷണൽ ചാർജ് നൽകിയിരിക്കുന്നത്, ഡയറക്ടർ ജനറൽ ഓഫ് CRPF-ന്റെ. So he replaces incumbent CRPF chief AP Maheshwari who completed his tenure on February 28. ഫെബ്രുവരി 28-ന് കംപ്ലീറ്റ് ചെയ്യുന്ന CRPF ചീഫ് ആയിട്ടുള്ള AP മഹേശ്വരിയുടെ ആ ഒരു കംപ്ലീഷനോട് അനുബന്ധിച്ചാണ് ഈ ഒരു അഡീഷണൽ ചാർജ്, ഡയറക്ടർ ജനറൽ ഓഫ് CRPF-ന്റെ അഡീഷണൽ ചാർജ് കുൽദീപ് സിംഗിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊരു അഡീഷണൽ ചാർജ് ഗിവിംഗ് ആണ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. കുൽദീപ് സിംഗ് ഓർത്തിരിക്കുക, CRPF എന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 48th question. 10th edition of Hurun Global Rich List has been released recently. Who has been back the top spot? So Rich List, ഏറ്റവും richest ആയിട്ടുള്ള പേഴ്സൺസിനെ വെച്ചിട്ടുള്ള ലിസ്റ്റ് ആണ്. സോ ഹൂറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആരാണ് അതിലെ ടോപ്പ് സ്പോട്ടിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ ആൻസർ നൗ. സോ നൺ ഓഫ് ദീസ് ആണ് ഇവിടുത്തെ ആൻസർ. അപ്പൊ ജെഫ് ബെസോസ് അല്ല, ബെർണാഡ് അൾനോട്ട് അല്ല, ബിൽഗേറ്റ്സ് അല്ല, മാർക്ക് സക്കർബർഗ് അല്ല, then ആരാണ്? എലോൺ മസ്ക് ആണ്. ടെസ്ലയുടെ ചീഫ് ആയിട്ടുള്ള എലോൺ മസ്ക് ആണ് ഈ ഒരു ടോപ്പ് സ്പോട്ട്. അതായത് $197 ബില്യൺ ആണ് ആ ഒരു റവന്യൂ അല്ലെങ്കിൽ ആ ഒരു അസറ്റിന്റെ ആ ഒരു നമ്പർ അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ആ ടോപ്പ് സ്പോട്ടിൽ വന്നിരിക്കുന്നത്, ഹൂറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റിൽ ടോപ്പ് സ്പോട്ടിൽ വന്നിരിക്കുന്നത് ടെസ്ല ചീഫ് ആയിട്ടുള്ള എലോൺ മസ്ക് ആണ് ഉള്ളത് ഓർത്തിരുന്നോളുക. സോ ലെറ്റ്സ് ഗോ ടു 49th question. Which municipality has emerged as the highest ranked municipality in million plus population category? ഒരു മില്യൺ പ്ലസ് പോപ്പുലേഷൻ കാറ്റഗറിയിൽ, മില്യൺ പ്ലസ് കാറ്റഗറിയിലെ ഡിസ്ട്രിക്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ ഏത് മുനിസിപ്പാലിറ്റി ആണ് ഹയസ്റ്റ് റാങ്ക്, അതായത് ആ മുനിസിപ്പാലിറ്റിയിൽ വന്നിരിക്കുന്ന മില്യൺ പ്ലസ് കാറ്റഗറിയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ യു ക്യാൻ ആൻസർ നൗ. സോ ഇൻഡോർ ആണ് ആ മുനിസിപ്പാലിറ്റി റാങ്കിങ്ങിൽ മുകളിൽ വന്നിരിക്കുന്നത്. സോ മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ഹാസ് റിലീസ്ഡ് മുനിസിപ്പൽ പെർഫോമൻസ് ഇൻഡെക്സ്. മുനിസിപ്പൽ പെർഫോമൻസ് ഇൻഡെക്സിലാണ് ഈ ഒരു റാങ്ക് വന്നിരിക്കുന്നത്. അപ്പൊ അത് മില്യൺ പ്ലസ് പോപ്പുലേഷൻ കാറ്റഗറിയിൽ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് ആയിട്ടുള്ള മുനിസിപ്പാലിറ്റി ഇൻഡോർ മുനിസിപ്പാലിറ്റി ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 50th question. Who has been sworn in as the new managing director and chief executive officer of the state-run Central Bank of India for a period of 3 years? 3 വർഷം പീരീഡിലേക്ക് ആരാണ് MD അല്ലെങ്കിൽ CEO ആയിട്ട് എന്തിന്റെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, സ്റ്റേറ്റ് റൺ ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CEO അല്ലെങ്കിൽ MD ആയിട്ട് ആരാണ് വന്നത് 3 വർഷത്തേക്ക് എന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. സോ ആരാണ് വന്നത്? വെങ്കട്ട് റാവു ആണ്. സോ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, വെങ്കട്ട് റാവു ചേർത്ത് പഠിക്കുക. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ MD ആൻഡ് CEO എന്ന് പറയുന്നത് വെങ്കട്ട് റാവു ആണ്. സോ പ്രയർ ടു അസ്യൂമിംഗ് ദ ന്യൂ പൊസിഷൻ, റാവു വാസ് ദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറ്റ് കാനറ ബാങ്ക്. കാനറ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു ഈ വെങ്കട്ട് റാവു എന്ന് പറയുന്ന അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള പൊസിഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് മുംബൈ ആണ്. ഓർത്തിരുന്നോളുക, വെങ്കട്ട് റാവു, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ.
അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്വിസ് മോഡൽ നമ്മൾ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റി, എത്ര എണ്ണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് ആണ് അടുത്ത വീഡിയോസിന് വേണ്ടിയിട്ടും എന്താ പറയുക ചെയ്യാനായിട്ട് നമുക്കുള്ള ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ എത്രത്തോളം ഹെൽപ്ഫുൾ ആയി എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇനി നമ്മൾ ഇതേപോലെയാണ് ക്വിസ് സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, റിവിഷൻ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള എല്ലാ കറണ്ട് അഫയറും നമ്മൾ മാക്സിമം അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ ആൻഡ് താങ്ക് യു.